ഹായ്, എല്ലാവർക്കും നമസ്കാരം. സെറ്റിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. സെറ്റ് എക്സാം മാറ്റിവെച്ചു. നമുക്ക് ഒരു ചെറിയ ഭാഗ്യം അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു ചെറിയ സമയം കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുക. പഠിക്കുന്നത് ഒരിക്കലും നിർത്തണ്ട. കീപ് മോട്ടിവേഷൻ. അതേ മോട്ടിവേഷനോടുകൂടെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കുറച്ച് അധികം കാര്യങ്ങളും കൂടെ നോക്കാം. സോ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മൾ എന്താണ് ഉണ്ടാവുന്നത്, എന്നാണ് പരീക്ഷ വരിക എന്നറിയാത്തത് കൊണ്ടാണ് നമ്മളൊന്ന് ഒരു ദിവസം നോക്കിയത്. എനിവേ, ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഇന്നും ഷേക്സ്പിയറിനെ നോക്കിക്കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചധികം ചോദ്യങ്ങൾ ഷേക്സ്പിയറിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കുറച്ചും കൂടെ സർഫസ് ലെവൽ വിട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. എനിവേ, ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കുക. സോ ഫസ്റ്റ് ചോദ്യം, ദ ലൈൻ ripeness is old occurs in which Shakespeare play? അത് കിങ് ലിയറിലാണ് വരുന്നത്. എഡ്ഗർ സ്പീക്സ് ദിസ് ലൈൻ ടു ബ്ലൈൻഡഡ് ഗ്ലോസസ്റ്റർ. എന്താണ് കിങ് ലിയറിന്റെ കഥ ഏകദേശം? അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിശ്വസിക്കുന്ന ഒരു കഥയാണ്. എന്നാൽ വിശ്വസിക്കുന്നവരൊന്നും തിരിച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഓക്കെ, രണ്ടാമത്തേത്, ഇൻ കിങ് ലിയർ ലൈക്ക് കോർഡീലിയ ദ ഫൂളീസ്, അതായത് മകൾ കോർഡീലിയ അവിടെ വരുന്നുണ്ട്. കോർഡീലിയയെ പോലെ തന്നെയാണ് ഫൂൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവിടെ വരുന്നുണ്ട്. ഓക്കെ, അവിടെ എന്താണ് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കറക്റ്റ് ആൻസർ എന്ന് നോക്കുക. റെഫേർഡ് ടു ബൈ ലിയർ ആസ് ഹിസ് ചൈൽഡ് എന്ന് പറയുന്നത്. ലിയേഴ്സ് അഫെക്ഷനേറ്റ് അഡ്രസ് ടു ദ ഫൂൾ ആസ് ഹിസ് ബോയ്. കണ്ടോ, അത്രയും അഫെക്ഷനേറ്റ് ആയിട്ടാണ് അവിടെ ഈ ഒരു ക്യാരക്ടറിനെ അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ കോർഡീലിയയെ രാജ്യത്ത് നിന്ന് എക്സൈൽ ചെയ്യിപ്പിക്കുമ്പോൾ അതേപോലെ തന്നെ പുറത്തേക്ക് പോകാൻ ബാനിഷ് ചെയ്യുന്ന ഒരാളാണ്, സിംബോളിക്കലി ബാനിഷ് ചെയ്യുന്ന ഒരാളാണ് ഫൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ഓഫ് എ ബോയ് ആക്ടർ പ്ലേയിങ് എ വുമൻ ഹൂ ദെൻ ഡിസ്ഗൈസസ് ഹെർസെൽഫ് ആസ് എ ബോയ് ഒക്കേഴ്സ് ഇൻ ഏത് ഡ്രാമയിലാണ് ഷേക്സ്പിയറിൻ്റെ ഇത് വരുന്നത്? ദ ടു ജെന്റിൽമാൻ ഓഫ് വെറോണ എന്ന് പറയുന്നതിലാണ്. ജൂലിയാസ് ഡിസ്ഗൈസ്, വേഷമാറ്റം, വേഷപ്പകർച്ച, as the page Sebastian in the early comedy predates this one. Okay, The Two Gentlemen of Verona'യിലാണ് ഇത് വരുന്നത്. Falstaff's first words in Henry IV Part 1 are Now Hall, what time of day is it, lad? ഇതാണ് ഫോൾസ്റ്റാഫിന്റെ ഫസ്റ്റ് വേർഡുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൻറി ഫോർ, റിച്ചാർഡ് ത്രീ ഒക്കെ എന്താണ് വരുന്നത്? ഷേക്സ്പിയറിന്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് വരുന്നത്. ഓക്കെ, On seeing whom does Miranda exclaim, "Oh, Father, surely that is a spirit. Lord, how it looks about." ഇത് ആരെ നോക്കിയിട്ടാണ് മിറാൻഡ പറയുന്നത്? ഫെർഡിനാൻഡിനെ നോക്കിയിട്ടാണ്. ഓക്കെ, ഫെർഡിനാൻഡിനെ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. ആരാണ് ഇതിൽ ഈ ഫാദർ ക്യാരക്ടർ? പ്രോസ്പെരോ. ഇത് ഏത് നാടകത്തിൽ നിന്നുള്ളതാ? ദ ടെമ്പസ്റ്റ്. ഷേക്സ്പിയറിന്റെ അവസാനത്തെ നാടകമായി കണക്കാക്കപ്പെടുന്ന ടെമ്പസ്റ്റിൽ നിന്നാണ് ഇത് വരുന്നത്. ആദ്യമായിട്ട് മിറാൻഡ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഐലൻഡിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ ആദ്യമായിട്ട് പുറത്തുനിന്നുള്ള ഒരു പുരുഷനെ കാണുകയാണ്, ഒരു മനുഷ്യനെ കാണുകയാണ്. അപ്പോഴാണ് ഇത് പറയുന്നത്. ഷുവർലി ദാറ്റ് ഇസ് എ സ്പിരിറ്റ്. അതൊരു പ്രേതം തന്നെയാണെന്നാണ് പറയുന്നത്. ഫീസ്റ്റ്, എ ക്ലൗൺ സ്കിൽഡ് ഇൻ വിറ്റ് ആൻഡ് സോങ് അപ്പിയേഴ്സ് ഇൻ ട്വൽത്ത് നൈറ്റ്. ട്വൽത്ത് നൈറ്റ് എന്ന് പറയുന്ന ഡ്രാമയിലാണ് ഫീസ്റ്റ് എന്ന് പറയുന്ന ക്ലൗൺ അപ്പിയർ ചെയ്യുന്നത്. All the world's a stage, and all the men and women merely players. Is spoken by which character in As You Like It? ഏതിലാ? ജാക്വസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇത് പറയുന്നത്. ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതാ. ഓക്കെ, നമ്മൾ പറയാറില്ല, നമ്മളൊക്കെ അതിലെ ഒരു നാടകം കളിക്കുന്ന ആൾ മാത്രമാണെന്ന് തോന്നുന്നു. ഇത് വന്നിരിക്കുന്നത് സെവൻ ഏജസ് ഓഫ് മാൻ എന്നുള്ളതിലെ ആക്ട് 2 സീൻ 7ലാണ്. ഇൻ മാക്ബത്ത്, who was untimely ripe from his mother's womb. ഇത് ആ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒരു കാര്യമാണ്. അൺടൈംലി റിപ്ഡ് ഫ്രം മദേഴ്സ് വൂം. മാക്ഡഫ് ആണ് ഇത് ആക്ച്വലി ഉണ്ടാകുന്നത്. അത് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നമുക്ക് ഇപ്പൊ ഇന്നത്തെ സിനിമകളിലാണെങ്കിൽ അത് നല്ലൊരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയിട്ടൊക്കെ കാണിക്കാറുണ്ട്. ഓക്കെ, വിച്ച് ക്യാരക്ടർ ഇൻ ദ ടെമ്പസ്റ്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ എലമെന്റ് ഓഫ് എർത്ത്? കാലിബൻ ആണ്. കാരണം എന്താ, കാലിബനെ നമ്മൾ ആ നാട്ടിലെ ആ ഒരു ദ്വീപിലെ അബോറിജിനലിനെ പോലെയാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എലമെന്റ് ഓഫ് എർത്ത് എന്ന് കൂടെ പറയുന്നത്. Which of these Shakespeare plays does not use cross-dressing as a plot device? ജൂലിയസ് സീസറിലാണത് വരാത്തത്. ഓക്കെ, നോ ഡിസ്ഗൈസ് സ്പേസ് ക്രോസ് ഡ്രസ്സിംഗ് പ്ലോട്ട്. ഷേക്സ്പിയേഴ്സ് സോണറ്റ്സ്, they are dedicated to an unknown Mr. W.H. 1 മുതൽ 126 വരെയുള്ള സോണറ്റുകൾ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്? മിസ്റ്റർ W.H. എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്. 1609 ആദ്യത്തെ കോട്രോ തോമസ് തോർപ്പ് എന്ത് ചെയ്യുന്നത്, പ്രിന്റ് ചെയ്യുന്നത്, ഓക്കെ, പബ്ലിഷ് ചെയ്യുന്നത്. 127 മുതൽ 154 വരെയുള്ളത് ഒരു ഡാർക്ക് ലേഡിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് പോയംസ് ഇൻ ഷേക്സ്പിയർ സോണറ്റ്സ് ഈസ്, ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയതാണ്, 154. വാട്ട് ഈസ് ദ റൈം സ്കീം ഓഫ് ഷേക്സ്പീരിയൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സോണറ്റ്? ഇവിടെയാണ് നമ്മൾ വേറൊരു തരം സോണറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്രാർക്കൻ സോണറ്റുകൾ. അപ്പോൾ ഷേക്സ്പീരിയൻ സോണറ്റ് 14 വരിയിൽ എങ്ങനെ എഴുതുക? ABAB, EDCD, EFEF, GG. പെട്രാർക്കൻ സോണറ്റുകൾ എങ്ങനെയാണ് എഴുതുന്നത്? 8 വരിയും 6 വരിയുമായിട്ടാണ് എഴുതുക. When my love swears that she is made of truth, I do believe her, though I know she lies, is written by വില്യം ഷേക്സ്പിയർ. നല്ലതാ. When my love swears that she is made of truth, I do believe her, though I know she lies. Okay. This is the opening couplet of sonnet 138. 138 പറയുന്നതാണ്. Exploring the mutual self-deceptions of the poet and his mistress. Venus and Adonis is a long narrative poem by Shakespeare. Venus and Adonis 1593 ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇനി എവിടുന്ന് എടുക്കുന്നത്? ഇത് ഇൻസ്പയർ ആയിട്ടുള്ളത് ഓവിഡിന്റെ മെറ്റമോർഫോസിസിൽ നിന്നാണ്. റൊമാൻറ്റിക് പോയറ്റ് റോട്ട് ഷേക്സ്പിയർ. വിത്ത് ദിസ് കീ ദ സോണറ്റ്സ് ഷേക്സ്പിയർ അൺലോക്ഡ് ഹിസ് ഹാർട്ട്. പറഞ്ഞ് വേർഡ്സ്വർത്ത് പറഞ്ഞത്. നമ്മുടെ ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ സോണറ്റുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്ന് നമ്മുടെ മുമ്പിലേക്ക് തന്നിരിക്കുകയാണ് എന്നുള്ളത്. Shakespeare's sonnets were first published as a complete collection in which year? 1609 തോമസ് തോർപ്പാണ് കൊണ്ടുവരുന്നത്. Shakespeare's sonnets are traditionally divided into a fair youth sequence and a രണ്ടാമത്തെ 127 തൊട്ട് 154 വരെ ഡാർക്ക് ലേഡിയാണ്. ഓക്കെ, 152 വരെ. Shall I compare thee to a summer's day opens which sonnet? സോണറ്റ് 18 വരുന്നത്. Sonnet 130. My mistress. Eyes are nothing like the sun. My mistress, eyes are nothing like the sun. Is notable for sonnet 130 ഈ വരികൾ. They are notable for parodying conventional Petrarchan comparisons of beauty. Okay. Petrarchan comparisons ഇതിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. A.C. Bradley's Shakespearean Tragedy, a landmark of character-based criticism, was published in 1904. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇവിടെ കിട്ടി. ഷേക്സ്പീരിയൻ ട്രാജഡി എന്ന് പറയുന്നത് എഴുതിയതാര്? A.C. ബ്രാഡ്ലി ആണ്. It was a lecture delivered at Oxford. Thomas Henrietta Boulder's edition, The Family Shakespeare, gave rise to the word Bowderize meaning. എന്താണ് അതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്? The expurgation of indelicate language എന്ന് പറയുന്നുണ്ട്. The heavily censored edition removed content that seemed indecent ആയിട്ടുള്ള വാക്കുകളൊക്കെ എടുത്ത് മാറ്റി. ഡേവിഡ് ഗാരിക്, ഗിൽഡ്
Henry Irving, and Thomas Pemberton are, in that order, associated with which four eras of acting? അവർ വന്നിരിക്കുന്നത് 18, 20, 19, അതുപോലെ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഇറയിലാണ് ഇവരെ കാണാൻ പറ്റുക. ഓക്കെ. എന്തുകൊണ്ട്? ദീസ് ഫോർ ആക്ടേഴ്സ് സ്പാൻ മേജർ ഇറാസ് ഓഫ് ഷേക്സ്പീരിയൻ പെർഫോമൻസ്. ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ പെർഫോം ചെയ്യുന്ന ഇറയിൽ വരുന്ന ആൾക്കാരായിരുന്നു ഇവരെല്ലാം. ഇൻ ഷേക്സ്പിയേഴ്സ് ടൈം, ഹു ഓൺഡ് ദ റൈറ്റ്സ് ടു എ തിയേട്രിക്കൽ സ്ക്രിപ്റ്റ്? ആരായിരുന്നു തിയേട്രിക്കൽ സ്ക്രിപ്റ്റിൻ്റെ റൈറ്റ്സ് കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്? ആക്ടിംഗ് കമ്പനികളാണ്. ആക്ടിംഗ് കമ്പനി. ഓക്കെ, പ്ലേ റൈറ്റ് അല്ല. Which modern British play actually puts Shakespeare himself as on stage as a character? എഡ്വേർഡ് ബോണ്ട്സ് ബിങ്കോ. എഡ്വേർഡ് ബോണ്ടിന്റെ ബിങ്കോ എന്ന് പറയുന്നതിലാണ് ഷേക്സ്പിയറിനെ ഹിംസെൽഫ് സ്റ്റേജ് ചെയ്യുന്നത് ക്യാരക്ടറായിട്ട്. ഓക്കെ. ഇത് 1973 ഷേക്സ്പിയറിനെ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരുന്ന നാടകം ഉണ്ടാവുന്നത്. കോളറിഡ്ജ് റോട്ട്, ടു സീ ഹിം ആക്ട് ഈസ് ലൈക്ക് റീഡിംഗ് ഷേക്സ്പിയർ ബൈ ഫ്ലാഷസ് ഓഫ് ലൈറ്റിംഗ്. അബൌട്ട് വിച്ച് ആക്ടർ? കോളറിഡ്ജ് ഏതോ ഒരു ആക്ടറിനെ കണ്ടു പറയുകയാണ്. ടു സീ ഹിം ആക്ട് ലൈക്ക് റീഡിംഗ് ഷേക്സ്പിയർ ബൈ ഫ്ലാഷസ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു വായനയും ഇയാളുടെ ആക്ടിങ്ങും ഒരേപോലെയാണെന്നാണ് അവിടെ പറയുന്നത്. അത് ഏത് ആക്ടറെ കുറിച്ചാണ് കോളറിഡ്ജ് പറഞ്ഞിട്ടുള്ളത്? എഡ്മണ്ട് കീനിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഹു ഗേവ് കിങ് ലിയർ എ ഹാപ്പി എൻഡിങ് ഇൻ എ ഹ്യൂജ്ലി പോപ്പുലർ റെസ്റ്റോറേഷൻ ഇറ അഡാപ്റ്റേഷൻ? നെഹം ടേറ്റ്. അത് ഫേമസ് ആയിട്ടുള്ളതാണ്. ടേറ്റ്സ് 1681 എഴുതിയ അഡാപ്റ്റേഷനിലാണ് എന്ത് ചെയ്യുന്നത്? കിങ് ലിയറിന് ഒരു ഹാപ്പി ആയിട്ടുള്ള നല്ലൊരു എൻഡിങ് കൊടുക്കുന്നത്. മറ്റതൊരു സങ്കടമായിട്ടുള്ള ഒരു ട്രാജിക് ആയിട്ടുള്ള എൻഡായിരുന്നു ഉണ്ടായിരുന്നത്. വിച്ച് ഫോർമലിസ്റ്റ് ക്രിട്ടിക് മോക്ഡ് A.C. ബ്രാഡ്ലിസ് ക്യാരക്ടർ ബേസ്ഡ് ക്രിറ്റിസിസം ബൈ ആസ്കിങ് ഹൗ മെനി ചിൽഡ്രൻ ഹാഡ് ലേഡി മാക്ബെത്ത്? ഇത് പറഞ്ഞതാരാണ്? ഇങ്ങനെ മോക്ക് ചെയ്തുകൊണ്ട് A.C. ബ്രാഡ്ലിയെ കുറിച്ച് പറഞ്ഞതാര്? LC നൈറ്റ്സ് ആണ് ഇത് പറയുന്നത്. നൈറ്റിൻ്റെ 1933 ഇറങ്ങിയ എസ്സേ ആണ് ബ്രാഡ്ലിയെ കളിയാക്കിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഷേക്സ്പിയറൻ അവലോകനത്തിനെ കളിയാക്കിക്കൊണ്ട് വരുന്നത്. The open air playhouse built in 1599 by Shakespeare's own company, the primary venue for his mature plays, was called the Globe. രണ്ടാമത്തെ ചോദ്യം ഇവിടുന്ന് കിട്ടും. ഷേക്സ്പിയറിന്റെ സ്വന്തം കമ്പനിയുടെ പേരെന്ത്? ദി ഗ്ലോബ്. അദ്ദേഹത്തിന് തേംസ് നദിക്കരയിലുണ്ടായിരുന്ന സ്വന്തം പൈസയിൽ ഉണ്ടാക്കിയ അതിൻ്റെ പേരായിരുന്നു ദ ഗ്ലോബ് എന്ന് പറയുന്നത്. അദ്ദേഹം വേറൊരു കമ്പനിയിലും കൂടെ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ മുമ്പത്തെ ഷേക്സ്പിയറിൻ്റെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഷേക്സ്പിയർ വാസ് എ ഷെയർ ഹോൾഡർ ഫോർ മോസ്റ്റ് ഓഫ് ഹിസ് കരിയർ ഇൻ വിച്ച് ആക്ടിംഗ് കമ്പനി? നമ്മൾ പറഞ്ഞതിൻ്റെ ഉത്തരം ഇവിടെ കിട്ടുന്നുണ്ട്. ലോർഡ്സ് ചെമ്പർലെയിൻസ് മെൻ അല്ലെങ്കിൽ കിങ്സ് മെൻ എന്ന് പറയുന്ന കമ്പനിയിലാണ് ഷേക്സ്പിയർ അഭിനയിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജെയിംസ് I രാജാവ് 1603 അധികാരമെടുത്തതിന് ശേഷമാണ് അത് കിങ്സ് മെൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പേര് മാറ്റുന്നത്. അതിനു മുമ്പ് അതിൻ്റെ പേര് ലോർഡ് ചെമ്പർലൈൻസ് മെൻ ആയിരുന്നു. വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇത്? അപ്പോൾ ഓർഡർ അറിയണമെങ്കിൽ, അതിൻ്റെ സീക്വൻസ് അറിയണമെങ്കിൽ നമുക്ക് വർഷങ്ങൾ കാണാതെ അറിയണം. ഇതിൽ തന്നിട്ടുള്ളത് നോർമൻ കോൺക്വസ്റ്റ്, കാക്സ്റ്റൺസ് പ്രിന്റിംഗ് പ്രസ്, അസഷൻ ഓഫ് ജെയിംസ് I, ഡെത്ത് ഓഫ് ഷേക്സ്പിയർ. ഇത് അതേ ഓർഡറിലാണ് നടക്കുന്നത്. കോൺക്വസ്റ്റ് 1066 നടക്കുന്നു. പ്രിന്റിംഗ് പ്രസ് 1400 ശേഷം നടക്കുന്നു. ജെയിംസ് I 1603 അസഷൻ ചെയ്യുന്നു എലിസബത്ത് രാജ്ഞിക്ക് ശേഷം. അതിനുശേഷമാണ് ഷേക്സ്പിയർ മരിക്കുന്നത്. 1066, 1476, 1603, 1616. ഇത്രയുമാണ് ആ വർഷങ്ങൾ എന്ന് പറയുന്നത്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് കാക്സ്റ്റൺസ് ഫസ്റ്റ് ഇംഗ്ലീഷ് ബുക്ക്, ടോട്ടൽസ് മിസ്ലനി, ഷേക്സ്പിയേഴ്സ് ഫസ്റ്റ് ഫോളിയോ, മിൽട്ടൺസ് ഏരിയോപജറ്റിക്ക? ഇതും അതേ രീതിയിലാണ് വരുന്നത്. 1476, 1557, 1623, 1644 ഏരിയോപജറ്റിക്ക. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഇതേ രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലിറ്ററേച്ചറിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ
നമ്മൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതേ പ്ലേലിസ്റ്റ് നിങ്ങളുടെ മൊബൈലിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും സൈഡിൽ കാണാൻ പറ്റും. സാധാരണ നിങ്ങൾ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പ്ലേലിസ്റ്റ് ഇങ്ങനെ കാണില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയും പ്ലേലിസ്റ്റ് കാണാം. ആ പ്ലേലിസ്റ്റിലൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലമായിട്ട് അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും, ഇപ്പോൾ 2 ദിവസം മുൻപ് അപ്ലോഡ് ചെയ്ത ക്ലാസ്, അതിന് മുൻപ് ഉണ്ടായിരുന്ന MCQ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴത്തേക്ക് വരുന്ന വീഡിയോസ് മൊത്തം നിങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. വിച്ച് ഓഫ് ഷേക്സ്പിയേഴ്സ് കണ്ടംപററീസ്, അൺലൈക്ക് കിഡ്, മാർലോ ആൻഡ് ജോൺസൺ, ഹു ഡിഡ് നോട്ട് റൈറ്റ് ട്രാജഡീസ്? ട്രാജഡി എഴുതാത്ത ഷേക്സ്പിയറിൻ്റെ കണ്ടംപററി ആയിട്ടുള്ള റൈറ്റർ ആര്? ജോൺ ലില്ലി. A poet laureate remarked, I do not think that since Shakespeare there has been such a master of the English language as. ആരാ പറഞ്ഞേ? ആൽഫ്രഡ് ലോർഡ് ടെന്നീസിനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാട്ട് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദീസ് പ്ലേസ്, ഷേക്സ്പീരിയൻ പ്ലേസിൻ്റെ? ദ മർച്ചൻ്റ് ഓഫ് വെനീസ്, ഹെൻറി ഫോർ പാർട്ട് 1, റോമിയോ ആൻഡ് ജൂലിയറ്റ്, റിച്ചാർഡ് 2. എന്നാൽ ഓർഡർ നോക്കുമ്പോൾ എങ്ങനെയാണ് വരിക? ആദ്യം എഴുതിയത് റോമിയോ ആൻഡ് ജൂലിയറ്റ് ആണ്, പിന്നെ റിച്ചാർഡ് 2 എഴുതുന്നു, പിന്നെ ഹെൻറി 4 പാർട്ട് 1 എഴുതുന്നു, പിന്നീട് ദ മർച്ചൻ്റ് ഓഫ് വെനീസ് വരുന്നു. വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് കിങ് ലിയർ? ഹാംലെറ്റ്, മച്ച് അഡോ അബൌട്ട് നത്തിങ്, റോയിലെസ് ആൻഡ് ക്രസീഡ? ഏതാ ആദ്യം വന്നത്? മച്ച് അഡോ അബൌട്ട് നത്തിങ്, പിന്നെ വന്നത് ഹാംലെറ്റ്, പിന്നെ വന്നത് കിങ് ലിയർ, പിന്നെ വന്നത് റോയിലെസ് ആൻഡ് ക്രസീഡ. ലവ്സ് ലേബർ ലോസ്റ്റ്, അടുത്തതും ഇതുപോലെ തന്നെയാണ്. ലവ്സ് ലേബർ ലോസ്റ്റ്, എ മിഡ്സംബർ നൈറ്റ്സ് ഡ്രീം, ആസ് യു ലൈക്ക് ഇറ്റ്, ആന്റണി ആൻഡ് ക്ലിയോപാട്ര, ദ ടെമ്പസ്റ്റ്. ഇങ്ങനെയാണ് വരുന്നത്, ഇതേ ഓർഡറിലാണ് വരുന്നത്, ഇതേ ഓർഡർ. ലവ് ലേബേഴ്സ് ലോസ്റ്റ്, എ മിഡ്സംബർ നൈറ്റ്സ് ഡ്രീം, ആസ് യു ലൈക്ക് ഇറ്റ്, ആന്റണി, ക്ലിയോപാട്ര ആൻഡ് ദ ടെമ്പസ്റ്റ്. ഇത് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ്. ദ ടെമ്പസ്റ്റ് ആണ് അവസാനം എഴുതുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ടെമ്പസ്റ്റ് ഏറ്റവും അവസാനത്തെ എൻഡിങ്ങിൽ ഓപ്ഷനിൽ എവിടെ വരുന്നു എന്ന് നോക്കിയാൽ മതി. അത് അതിൽ മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രമേ അത് കിടക്കുള്ളൂ. നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാൻ പഠിക്കുക. ഷേക്സ്പിയേഴ്സ് ഫസ്റ്റ് ഫോളിയോ, ദ ഫസ്റ്റ് കളക്റ്റഡ് എഡിഷൻ ഓഫ് ഹിസ് പ്ലേസ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1623 ഓക്കെ. കമ്പൈൽഡ് ബൈ ജോൺ ഹെമിങ്സ് ആൻഡ് ഹെൻറി കോണ്ടൺ. ഓക്കെ, ഇതിൽ 36 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഷേക്സ്പിയർ lived from 1564 until 1616. Okay. Shakespeare's era is often divided into Elizabethan period after 1603. ഏതാണ് പീരീഡ് വന്നത്? ജേക്കോബിയൻ പീരീഡ്. ജെയിംസ് 1 അവിടെ രാജാധികാരം ഏറ്റെടുക്കുന്നുണ്ട്. ടു മെമ്മറി ഓഫ് മൈ ബിലവഡ് ഓഥർ മിസ്റ്റർ വില്യം ഷേക്സ്പിയർ ആൻഡ് വാട്ട് ഹി ഹാത്ത് ലെഫ്റ്റ് us is an ode composed by ബെൻ ജോൺസൺ. 1623 ശേഷം ഇറങ്ങുന്നതാണ്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഷേക്സ്പിയർ ഈസ് നോട്ട് ഓഫ് എൻ ഏജ് ബട്ട് ഫോർ ഓൾ ടൈം എന്നുള്ളത് പറയുന്നുണ്ട്. ബിസൈഡ്സ് ബീയിങ് എ പ്ലേ റൈറ്റ്, വിച്ച് ഓഫ് ഷേക്സ്പിയേഴ്സ് കണ്ടംപററീസ് ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഹോമർ? ഷേക്സ്പിയറിൻ്റെ കൂടെയുള്ള ഏത് കണ്ടംപററിയാണ് ഹോമറിൻ്റെ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഷേക്സ്പിയർ ആണെന്നല്ല പറയുന്നത്, അത് ജോർജ് ചാപ്മാൻ ആണ്. ഓക്കെ, ഇനി ജോർജ് ചാപ്മാൻ ഹോമറിൻ്റെ വർക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തല്ലോ. ഈ ചെയ്തതിനെ പറ്റി കീറ്റ്സ്, അതായത് 1800-കളിൽ ജീവിച്ചിരുന്ന കീറ്റ്സ് ഒരു സോണറ്റ് എഴുതുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഓൺ ഫസ്റ്റ് ലുക്കിംഗ് ഇൻ ടു ചാപ്മാൻസ് ഹോമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്മാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹോമറിൻ്റെ ഇല്ലിയാഡും ഒഡീസിയുമാണ്. ഒഡീസി എന്ന് പറഞ്ഞാൽ ഇന്നാൾ ഇറങ്ങിയ ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ. ഓക്കെ, The Revenger's Tragedy, a dark Jacobean revenge play, is traditionally attributed to Cyril Turner. Cyril Turner.
The Domestic Tragedy, A Woman Killed with Kindness, was composed by Thomas Haywood. ഇഷ്ടംപോലെ പ്രാവശ്യം ചോദിക്കുന്ന നെറ്റിനൊക്കെ ഇഷ്ടം പോലെ ചോദിക്കുന്നത് അത് 1603 വന്നിട്ടുള്ളത്. Which prolific Jacobean playwright claimed to have had an entire hand, or at least a main finger, in some 220 plays? തോമസ് ഹേവുഡ് തന്നെയാണ് ഇതിലെ പറയുന്ന ആള്. Christopher Marlowe's mighty line and dramatic ambition are most associated with which two plays? Dr. Faustus and Tamburlaine. Okay, Dr. Faustus and Tamburlaine. Thomas Kit's The Spanish Tragedy is significant as an early example of which dramatic genre, later perfected by Shakespeare. റിവെഞ്ച് ട്രാജഡിയാണ് തോമസ് കിഡിൻ്റെ ഇതിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. John Webster's dark, intense Jacobean tragedy centering on a widowed Duchess' secret remarriage is titled A Duchess of Malfi. 1613-14 കാലഘട്ടത്തിൽ ഇറങ്ങുന്ന ഒരു ഗോത്തിക് ആൻഡ് മോറൽ ആംബിഗിറ്റി ഉള്ള ഒരു പടം, ഒരു ഡ്രാമയാണ്. Ben Johnson's comic style, satirizing characters dominated by a single obsessive trait, is known as comedy of humors. ജോൺസന്റെ തന്നെ വേറെ വരുന്നതാണ് ഇതിൽ എവരി മാൻ ഇൻ ഹിസ് ഹ്യൂമർ. വോൾപോൺ നല്ലതാണ്, കുറച്ച് അനിമൽ ഒക്കെ വരുന്ന ക്യാരക്ടറായിട്ട് വരുന്നതാണ്. സമയം കിട്ടുകയാണെങ്കിൽ ഈ ഡ്രാമയൊക്കെ ഒന്നെടുത്ത് വായിക്കുക. ഓക്കെ. ജോൺ ലിലി, unlike tragedy writing contemporaries like Kidd and Marlowe, is chiefly known for his ജോൺ ലില്ലി എന്തിൻ്റെ പേരിൽ അറിയപ്പെട്ടെ? വിറ്റി പ്രോസ് റൊമാൻസസ് ആൻഡ് കോർട്ട് കോമഡീസ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ യൂഫിസം എന്നാണ് പറയുന്നത്, EUPHUISM. ഓക്കെ. സോ ഇത്രയും നേരം ഇത് കേട്ടുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ച എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ. കാരണം നിങ്ങൾ കാണുന്ന കുറേ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും നല്ലത്. സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമുള്ളൊരു കൂട്ടുകാരിക്ക് അയച്ചു കൊടുക്കുക. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലേലിസ്റ്റിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിലെന്തായാലും ഉണ്ടായിരിക്കും കൂടുതൽ വീഡിയോസ്. കഴിഞ്ഞ കുറേ കാലമായിട്ടിട്ട വീഡിയോസൊക്കെ അതിലുണ്ടായിരിക്കും. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഏതെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ പറ്റിയിട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്കോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. കമൻറ്റിൽ ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. Keep learning.